ലക്ഷ്മിക്കുട്ടി ഇനി ഒരുപാടുണ്ടോ? ഏയ്, ആ 2 പാലും ഒരു കണ്ടും കഴിഞ്ഞ അമ്മേന്റെ വീടെത്തി. ലക്ഷ്മിക്കുട്ടി മുണ്ടൊന്നും ഓടിക്കോ? ഇതിപ്പോ താഴെ പോകും. മുണ്ട് ഞാൻ പിടിക്കില്ല ആദ്യേട്ടാ, വേണേ കവറ് പിടിക്കാം. നാട്ടും പുറ ആൾക്കാർ വല്ലതും പറയും. അല്ലേ, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ കാലഘട്ടത്തിൽ ഈ വിരുന്നിന്റെ പേരിൽ കണ്ണി കണ്ട ബന്ധുക്കളുടെയൊക്കെ വീട്ടില് ഈ പലഹാരവും തൂക്കി പിടിച്ചോണ്ട് ഇത്തിരി ബോറ് പരിപാടിയല്ലേ? ഒരു ബോറും ഇല്ല. എൻ്റെ അമ്മേനെ അറിയാലോ, അമ്മ കുടുംബത്തിലെ 9ാമത്തെ ആളാ. അമ്മയുടെ ആങ്ങളമാര്, അതായത് എൻ്റെ അമ്മാവന്മാര്, പിന്നെ ഏട്ടത്തിമാര്, അതായത് ചിറ്റമാര്, ഇവരുടെ ഒക്കെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മാമ്പറത്തെ വീട്ടിലേക്ക് ഒരു വരവുണ്ട്. അതൊക്കെ അന്ധകാലല്ലേ ലക്ഷ്മിക്കുട്ടി? എന്താ കാലം? എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ ഈ കല്യാണ മാമാങ്കൊന്ന് നിന്നേ. ലക്ഷ്മിക്കുട്ടി മോട്ടീവിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ലക്ഷ്മിക്കുട്ടി പറയല്ലേ, ആദ്യമായിട്ടും കേൾക്കൂ. 90s അവസാനം തുടങ്ങി ഈ കല്യാണ മാർക്കം. നമ്മളിപ്പോൾ പോകുന്ന അമ്മായിൻ്റെ മൂത്ത മോൻ, അതായത് എൻ്റെ ഏട്ടൻ സുനിൽ മുതൽ ഈയിടെ കല്യാണം കഴിഞ്ഞ ഭാനുപ്രിയ വരെ എൻ്റെ വീട്ടിൽ വിരുന്ന് കിടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ ലക്ഷ്മി അമ്മേനെ അറിയാലോ, ആള് ഭയങ്കര സൽക്കാരപ്രിയ. ജ്യേഷ്ഠൻ്റെ മക്കൾ വന്ന ആളുള്ള സ്നേഹപ്രകരണം കാണണം. ഉഫ്, പിന്നെ ചന്തി നിലത്തുറപ്പിക്കാൻ തള്ള സമ്മതിക്കില്ല. ലക്ഷ്മിക്കുട്ടിയെ പോയി പാല് വാങ്ങൂ, ലക്ഷ്മിക്കുട്ടിയെ അരി പൊടിപ്പിക്കൂ, ലക്ഷ്മിക്കുട്ടിയെ കുട്ടിയൊക്കെ കുളിക്കാൻ രാധാ സോപ്പും വെളിച്ചെണ്ണയും കൊടുക്കും. ഇതൊന്നും പോരാ, എന്നിട്ട് ആ പറമ്പിലൂടെ ഇറങ്ങി ഗിരിരാജൻ കോഴിയെ ഞാൻ പിടിച്ചു കൊടുക്കണം കറി വെക്കാൻ. ഷോ എന്ത് ഷോ? പുതുമോടിക്ക് രാവിലെ പുട്ടും കടലയും നേന്ത്രപ്പഴവും പുഴുങ്ങിയ മുട്ടയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും മീൻകറിയും കോഴിക്കറിയും. സന്ധ്യ ആയി കഴിഞ്ഞാൽ ചായയും പഴംപൊരിയും, അല്ലെങ്കിൽ ഒരു അവിലൂസ് ഉണ്ട്. പിന്നെ അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരം നല്ല കാച്ചിയ പാലും ഡ്രൈ ഫ്രൂട്ട്സും. ഇതൊന്നും പോരായിട്ട് ഈ നാട്ടിലുള്ള സകല സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കും വേണം. ഈ അന്തിമുക്ക്, ചാത്തമ്പാറ, കൊടുകുമല, പിന്നെ നമ്മളെ സർവം സഹദേവി ക്ഷേത്രക്കുളം, പിന്നെ നിലീമ തിയേറ്ററിന് സെക്കൻഡ് ഷോ അടങ്ങുന്നതാണ് പാക്കേജ്. ഒരു പാക്കറ്റ് ചിപ്സിന് ആലോചിക്കും ഇത്ര സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടും. അതിനെന്താ, നല്ല പാക്കേജ് അല്ലേ? ഇതൊന്നും പോരായിട്ട് വിരുന്ന് പോകുന്ന വീട്ടിൽ നിന്നൊക്കെ തെങ്ങ്, മുല്ല, റോസ്, ഇതിൻ്റെയൊക്കെ തൈ അതും പൊടിച്ചോണ്ടുവരാം. ഇത് ഗ്രീൻ ഹൗസ് പാക്കേജ്. എന്താ ചേട്ടാ, മടുത്തോ? ഇത് ഒരു വീട്ട് മാത്രമാ. ഇതുപോലെ എൻ്റെ 14 ഏട്ടന്മാരും ഏച്ചിമാരുടെയും വീട്, പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കസിൻസിൻ്റെ വീട്, അത് വേറെയും. ഇതൊരു വിരുന്നിൻ്റെ കഥയല്ല, എൻ്റെ പ്രതികാരത്തിൻ്റെ കഥ കൂടിയാണ്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം, നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കെട്ടിയോനെയും കൊണ്ട് ഈ കണ്ട വീടൊക്കെ വിരുന്നുണ്ടാൻ പോകണമെന്ന്. എന്നെപ്പോലെ ഒരുപാട് ലക്ഷ്മിമാരും അപ്പുമാരും ഉണ്ണിമാരൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഇത്രയൊന്നുമില്ലല്ലോ, ഐ ക്യാൻ റിലേറ്റ്. ഞാനുണ്ട് എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ പ്രതികാരത്തിൽ. വാ നടക്ക്. ഇനി എന്തോരം ഉണ്ട്? 2 പാലും ഒരു കണ്ടും കൂടി ഉണ്ട്. ഇതന്നെയല്ലേ നീ ആദ്യം പറഞ്ഞത്?